നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 30-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 13-ാം തീയതി തിങ്കളാഴ്ച, സോമവാരം. നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:32. നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥിയുടെ ഒരു പ്രത്യേകത, നാളെ മീനമാസം 30-ാം തീയതിയാണ്. നാളെ കഴിഞ്ഞാൽ പിന്നെ പുത്തൻ മാസം മേടമാസം ആരംഭിക്കുകയാണ്. പക്ഷേ സംക്രമം നാളെയല്ല, മറ്റന്നാൾ ചൊവ്വാഴ്ച കാലത്താണ്. നാളെ കറുത്തപക്ഷ ഏകാദശിയാണ്. അതിനാൽ നാളെ കൃഷ്ണ പ്രാർത്ഥന, കൃഷ്ണനുമായി ബന്ധപ്പെടുന്ന ഏകാദശി തിഥി, അത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ദിനമാകുന്നു. ഏകാദശിയിലാണ് നാം കൃഷ്ണനെ ആരാധിക്കുക. അതിനാൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് നല്ല തിരക്കുകളുണ്ടാകും. ഗുരുവായൂരൊക്കെ തന്നെ. ഗുരുവായൂർ ഏകാദശി ഈ മാസത്തിലല്ല, എങ്കിലും കറുത്തപക്ഷത്തിലെ ഏകാദശിയായാലും വെളുത്തപക്ഷത്തിലെ ഏകാദശിയായാലും കൃഷ്ണന് ധാരാളം പ്രാധാന്യമുണ്ട്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ചന്ദ്രൻ ദുർബലമായി വരികയാണ്. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നാളത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. വൈകിട്ട് 4 മണി വരെ അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം ഒരു ശുഭനക്ഷത്രമാണ്. ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. എന്തൊക്കെയാണ് ഉത്രത്രയങ്ങൾ? 9 നക്ഷത്രങ്ങളാണ്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടതി രേവതി അശ്വതി. അതിനാൽ അവിട്ടം ഒരു ശുഭനക്ഷത്രമാണ്. നാളെ തിങ്കളാഴ്ചയാണ്. ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ ചർച്ചയ്ക്ക് അവിട്ടം വളരെ നല്ലതാണ്. ഭൂമിപരമായ എല്ലാ വിഷയങ്ങൾക്കും. കാരണം ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാകുന്നു. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ സമയവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ 11:20 മുതൽ 12:20 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭൂമിപരമായ വിഷയങ്ങൾക്കുള്ള ശ്രമത്തിലാണെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യാം. ഓം വരാഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥനയും വളരെയധികം മംഗളങ്ങൾ നൽകപ്പെടുന്നതാണ്. നന്ദി, നമസ്തേ.